അസ്സലാമു അലൈക്കും. ഞാൻ നൗഷാദ്. എൻ്റെ STBയുടെ എടുത്തതിന് ശേഷം ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദ്യമല്ല, ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയാണ്. എന്നെ ഈ വിദയി കക്ഷിക്കാരും അതുപോലെ പേച്ച വിശ്വാസക്കാർ, അതായത് മറ്റുള്ള വിശ്വാസക്കാർ, ഈ അഹ്ലുസുന്നത്തിന്റെ പുറത്ത് ഉള്ളവർക്ക് അവരുടെ ആരാധനാ കർമ്മങ്ങളൊന്നും സ്വീകരിക്കപ്പെടില്ല എന്നുള്ള ഒരു പുസ്തകത്തിന്റെ പ്രസംഗത്തിലാണ് ഞാൻ കേട്ടിരുന്നു. അപ്പൊ അതിന്റെ ഖുർആന്റെ ആയത്തോ ഹദീസിന്റെ വെളിച്ചത്തിൽ അതൊന്ന് വിശദീകരിച്ചു തരാം. എൻ്റെ ഒരു സുഹൃത്തിനോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഉത്തരം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും ഉസ്താദേ. നേരത്തെ സലാത്ത് എന്റെ കയ്യിൽ നിന്ന് ഇടക്ക് മൈക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ പ്രശ്നമുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇപ്പോ ചോദിച്ചിട്ടുള്ള ചോദ്യം, വിദേഹത്തുകാരുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കൂല എന്ന് ഒരു ഉസ്താദിന്റെ വയലില് കേട്ടു. അത് ശരിയാണോ? വിദേഹത്തുകാരുടെ അമല് അള്ളാഹു സ്വീകരിക്കൂല എന്ന് പറയുന്ന ആശയം ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലം ഉള്ളതാണോ എന്നൊക്കെയാണ് ചോദ്യത്തിന്റെ പൊരുൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിദേഹത്തിനെ കുറിച്ച് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയും അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി മുസ്ലിം ഉമ്മത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്ത ഒരുപാട് ഹദീസുകൾ കാണാം. ആ ഹദീസുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിദേഹത്തുകാരുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കൂല എന്ന് പറയുന്ന ഹദീസ്. വിദേഹത്തുകാരുടെ അമലിനെ അല്ലാഹു തആല കബൂൽ ചെയ്യൂല. അവരുടെ അമല് എന്ന് പറഞ്ഞാൽ വ്യക്തമായി തന്നെ ചില റിപ്പോർട്ടുകളിൽ അവരുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല എന്നൊക്കെ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസ് ഞാൻ ഉദാഹരണത്തിന് വായിക്കാം. ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ബാബു ജിത്നാബിൽ ബിദ്അ വൽ ജദൽ എന്ന് പറയുന്ന ബാബിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അത്തിൻ, വിദേഹത്തുകാരന് അല്ലാഹു തആല സ്വീകരിക്കുന്നതല്ല സൗമൻ, ഒരു നോമ്പും അല്ലാഹു സ്വീകരിക്കൂല, വലാ സ്വലാത്തൻ, ഒരു നിസ്കാരവും അല്ലാഹു സ്വീകരിക്കൂല, വലാ സദഖത്തൻ, ഒരു സദഖയും അല്ലാഹു സ്വീകരിക്കൂല, വലാ ഹജ്ജൻ, ഒരു ഹജ്ജും അല്ലാഹു സ്വീകരിക്കൂല, വലാ ഉംറത്തൻ, ഒരു ഉംറയും സ്വീകരിക്കൂല, വലാ ജിഹാദൻ, ഒരു ജിഹാദും സ്വീകരിക്കൂല, വലാ ശറഫൻ വലാ അദലൻ, ഫറളോ സുന്നത്തോ ആയ ഒരു കാര്യവും അല്ലാഹു സ്വീകരിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. മാത്രല്ല വേറെയും ഹദീസ് കേട്ടോളൂ. അബല്ലാഹു അൻ യഖ്ബല അമല സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അത്തഹു, ബിദ്അത്തുകാരന്റെ അമൽ സ്വീകരിക്കുന്നതിന് അല്ലാഹു വിസമ്മതിച്ചിരിക്കുന്നു. ഹത്താ യദഅ ബിദ്അത്തഹു, അവന്റെ ബിദ്അത്തിനെ അവൻ ഒഴിവാക്കുന്നത് വരെ. അപ്പോ അവൻ വിദേഹത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം അവന്റെ അമല് സ്വീകരിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വിദേഹത്തുകാരന് സംരക്ഷണം കൊടുത്തവനും അള്ളാഹുവിന്റെയും മലായികത്തിന്റെയും മുസ്ലിമീങ്ങളുടെയും ശാപമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൻ അഹദത ഔ ആവ മുഹദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. അപ്പൊ ലഅനത്തുണ്ട്, ശാപമുണ്ട് എന്ന് പറഞ്ഞ ഹദീസുകളുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ വിദേഹത്തുകാരന്റെ അമല് സ്വീകരിക്കൂലാന്നും അവന് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മുഅ്മിനീങ്ങളുടെയും ശാപമുണ്ടാകും എന്നെല്ലാം പറയുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പറഞ്ഞ സിഹാഹു സിത്തയിലെ പല കിതാബുകളിലും റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുള്ള ഹദീസുകളാണ് എന്ന് ചോദ്യകർത്താവിനെ അറിയിക്കുന്നു. അടുത്ത ചോദ്യത്തിന് വേണ്ടി
അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഉംറക്ക് വന്നിട്ട് ഇതായ തവാഫ് ചെയ്യാതെ പോയാൽ എന്താണ് അതിന്റെ ഹുക്കുമ്? പിന്നെ രണ്ടാമതെന്ന് വെച്ചാല് ഇതായ തവാഫ് ചെയ്യുമ്പോൾ ഒളു ഇല്ലായിരുന്നു ഒരാൾ അങ്ങനെ ചെയ്യാതെ പോയി, ഒരാൾ ചെയ്തിട്ട് ഒളു ഇല്ലായിരുന്നു ഇതായ തവാഫ് ചെയ്യുമ്പോൾ. പിന്നെ രണ്ടാമത് വെച്ചാല് ഒരു കുട്ടി ഉണ്ടായിരുന്നു, 2 വയസ്സ് തികഞ്ഞിട്ടില്ല. അപ്പൊ ആ കുട്ടിന്റെ ഉംറ ചെയ്തത് പിതാവാണ്. അപ്പൊ അതും ഇതായ തവാഫ് ചെയ്തിട്ടില്ല. അപ്പൊ അത് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരണം ഉസ്താദ്, ഒന്ന് വളരെ നന്നായിരുന്നു. പിന്നെ ദുആസത്തോടു കൂടി അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബിദാഇന്റെ തവാഫിനെ കുറിച്ചാണ് ചോദ്യം. ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ മക്കയിൽ വന്നാലും ആ മക്കയുമായി വിട പറയുന്ന സമയത്ത് വിട പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഹജ്ജിനോ ഉംറക്കൊക്കെ വന്നതാണെങ്കിൽ ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോണത് എങ്ങോട്ടാണ്? 2 മർഹല ദൂരത്തേക്കാണ്. 2 മർഹല എന്ന് പറഞ്ഞാല് 132 കിലോമീറ്റർ. അത്രയും ദൂരത്തേക്ക് പിന്നെ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്താണെങ്കിൽ അവന്റെ വത്തനിലേക്ക്, അവന്റെ വത്തൻ എന്ന് പറഞ്ഞാൽ അവന്റെ സ്ഥിരതാമസമുള്ള നാട്, അതിന്റെ മുമ്പാണെങ്കിൽ അങ്ങോട്ട്, അതിന്റെ അപ്പുറത്താണ് അവന്റെ നാടെങ്കിൽ 2 മർഹല ദൂരത്തേക്ക് എങ്ങോട്ട് പോകാൻ ഒരാൾ ഉദ്ദേശിച്ചാലും അയാൾക്ക് വദാഇന്റെ തവാഫ് നിർബന്ധമാണ്. എന്നാ ചില ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് ഹൈദുള്ള പെണ്ണ്. മെൻസസ് ഉള്ള പെണ്ണിന് വദാഇന്റെ തവാഫ് വേണ്ട. നിഫാസുള്ള പെണ്ണും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ചിലർക്ക് ശരീരത്തിൽ മുറിവോ മറ്റോ പറ്റിയിട്ട് ഒലിക്കുന്ന രക്തമുണ്ടെങ്കിൽ നജസ് ഉള്ളതോടുകൂടി തവാഫ് ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അങ്ങനെ ഒലിക്കുന്ന രക്തമുള്ള ആളെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തവാഫ് ചെയ്യാൻ താൻ നിൽക്കുമ്പോൾ തന്റെ സഹയാത്രികരെല്ലാം പോയി താൻ ഒറ്റപ്പെടുമെന്നും അങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലും അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അല്ലാതെ എല്ലാ സമയത്തും മക്കയോട് നേരത്തെ പറഞ്ഞ രീതിയിൽ വിട പറഞ്ഞു പോകുമ്പോൾ അയാൾക്ക് പിന്നെ വദാഇന്റെ തവാഫ് നിർബന്ധമാണ്. അത് വലിയ ആളായാലും കുട്ടിയായാലും എല്ലാവർക്കും എന്ത് വേണം? വദാഇന്റെ തവാഫ് വേണം. പിന്നെ ആ വദാഇന്റെ തവാഫ് നടത്തിയിട്ടില്ലെങ്കിൽ അതിന് ഏത് വാജിബായ സംഗതി, വദാഇന്റെ തവാഫ് വാജിബായ സംഗതിപ്പെട്ടതാണല്ലോ, ഏത് വാജിബായ സംഗതിയും ഒഴിവാക്കപ്പെട്ടാൽ അതിന് ദമ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഉളുഹിയ്യത്തിന് മതിയാകുന്ന ഒരു മൃഗത്തെ അറുത്തു കൊടുക്കണം എന്ന് നിയമമുണ്ട്. അതേ സമയത്ത് അതിന് സാധിച്ചിട്ടില്ലെങ്കിലോ, ഉളുഹിയ്യത്തിന് മതിയാകുന്ന ഒരു മൃഗത്തെ അറുത്തു കൊടുക്കണം. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അയാള് അറുത്തു കൊടുക്കേണ്ട സ്ഥലം ഹറമിലാണ്. അപ്പൊ ഹറമിന്ന് വിട്ടായിട്ടാണ് ഈ വദാഇന്റെ തവാഫ് നഷ്ടപ്പെടുക. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെന്തായാലും ഇവിടെ സാധിക്കൂല. മറ്റുള്ള വാജിബാത്തുകളെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആള് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 നോമ്പ് എടുക്കണം. 3 നാട്ടിലെത്തിയതിന്റെ ശേഷം 7. അങ്ങനെ 10 നോമ്പ് എന്താക്കണം? തികച്ച് എടുക്കേണ്ടതാണ്. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അവിടെ വദാഇന്റെ തവാഫിൽ ഈ 7 നോമ്പ് എന്ന് പറഞ്ഞത് 3 നോമ്പ് നിർബന്ധമാകുന്നത് അവന്റെ നാട്ടിലേക്ക് എത്തുന്നതോട് കൂടിയാണ്. നാട്ടിലെത്തിയാൽ എന്തായി? അല്ലെങ്കിൽ മസാഫത്തുൽ ഖസർക്ക് എത്തി. ഒന്നൊക്കെ നാട് ഖസറിന്റെ ദൂരം നേരത്തെ പറഞ്ഞ 115 കിലോമീറ്റർ മുമ്പിലാണെങ്കിൽ അവിടേക്ക് എത്തുന്നതോട് കൂടി എന്തായി? വദാഇന്റെ തവാഫ് ചെയ്തില്ല എന്നൊരു ഇത് വന്നു. അതോടെ നോമ്പ് നിർബന്ധമായി. അല്ല അതിന്റെ അപ്പുറത്താണെങ്കിൽ അയാള് ഖസറിന്റെ ദൂരത്തേക്ക് എത്തുന്നതോട് കൂടി അയാൾക്ക് പിന്നെ ഈ വദാഇന്റെ തവാഫ് ഒഴിവാക്കിയതിന്റെ പേരിലുള്ള നോമ്പ് നിർബന്ധമായി. അപ്പൊ അയാൾക്ക് യാത്രയിൽ സാധിക്കുന്ന നോമ്പെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസത്തെ ഇടവേളയെങ്കിലും നോമ്പിന് ഇടണം. എന്നിട്ടാണ് എന്താക്കേണ്ടത്? അടുത്ത നോമ്പ് എടുക്കേണ്ടത്.
അതായത് യാത്രക്ക് ആവശ്യമായ സമയം എന്താക്കുക വിടുക, പിന്നെ അതിന് ശേഷം എന്താക്കുക അടുത്ത നോമ്പ് എടുക്കുക. അപ്പൊ ഏതായാലും നാട്ടിലെത്തിയതിന്റെ ശേഷം 7 നോമ്പും അതിന് മുമ്പായിട്ട് പിന്നെ 3 നോമ്പ് എടുക്കുക. വദാഇന്റെ തവാഫ് അവസാനം വരുന്നത് കൊണ്ട് അത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ പോവുക വദാഇന്റെ തവാഫ് ഉള്ളത്. അപ്പൊ അത് മുടങ്ങി എന്ന് ബോധ്യപ്പെടുന്ന നേരത്തെ പറഞ്ഞ ഫസ്റിന്റെ ദൂരത്തേക്ക് എത്തുമ്പോഴാണ്, അപ്പോൾ മുതലാണ് അത് വാജിബാകുക. അങ്ങനെ 7 3ഉം 7ഉം അങ്ങനെ 10 നോമ്പാണ് അത്തരം ആളുകൾക്ക് വാജിബായി പറഞ്ഞിട്ടുള്ളത്. പിന്നെ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞു, ഒരാള് വദാഇന്റെ തവാഫ് ചെയ്തിരുന്നു പക്ഷെ ഉടുത്തില്ല. വുളൂ ഇല്ലാതെ ഹറാമായ കാര്യങ്ങളിൽ പെട്ടതാണ് തവാഫ്. നിസ്കാരം, സുജൂദ്, തവാഫ് ഇതെല്ലാം വുളൂ ഇല്ലാത്ത ആൾക്ക് ചെയ്യൽ ഹറാമാണ്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ഒന്ന് ചെയ്താൽ തന്നെ അത് പരിഗണിക്കപ്പെടുന്നില്ല. അപ്പൊ തവാഫ് ചെയ്തവനും ചെയ്യാത്തവനും വുളൂ ഇല്ലാതെ ചെയ്യാത്തവനും തവാഫ് നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ കൊടുക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട പരിഹാരത്തിന്റെ വിഷയത്തിൽ രണ്ടാളും തുല്യരാണ്. അതേ സമയത്ത് തവാഫ് ചെയ്യാത്തവനേക്കാൾ ഇവിടെ കുറ്റക്കാരൻ വുളൂ ഇല്ലാതെ തവാഫ് ചെയ്തവനാണിത് മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ. കാരണം വുളൂ ഇല്ലാതെ തവാഫ് ചെയ്യുന്നത് വുളൂ ഇല്ലാതെ നിസ്കരിക്കുന്നത് പോലെ തന്നെ ഹറാമാണ് എന്ന് മനസ്സിലാക്കുക. ഞാനൊരു സുന്നി പ്രവർത്തകനാണ്. ഇപ്പൊ സൗദിയിലാണ് ജോലി എനിക്ക്. ഇവിടെ ഇപ്പോ നല്ല തണുപ്പാണ്. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ നിസ്കരിക്കാൻ പോണ ആളാണ്. അപ്പൊ അവിടെ പള്ളിയില് ഇപ്പോ ഇപ്പോ നല്ല തണുപ്പെന്ന് വെച്ചാൽ പിന്നെ കുഴപ്പമൊന്നും ചെയ്യാത്തൊരു തണുപ്പ്, എന്നാലും നല്ല കട്ടി തണുപ്പാണ്. ഈ സമയത്ത് ഈ മഗ്‌രിബ് നിസ്കാരത്തിന്റെ കൂടെ തന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ പാടെ തന്നെ അവിടുത്തെ ആ പള്ളി ഇമാമ് ഇഷാസലയും കൂടി നിസ്കരിച്ച് 4 റക്അത്തായിട്ട്. അപ്പോ ഇവിടെ കട്ടി തണുപ്പിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. രണ്ടാമതായി ഈ പള്ളിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയിൽ ഇപ്പൊ സൂട്ട് നിസ്കരിക്കുന്നതാണ്. അതിന്റെ ഒക്കെ വിധി എന്താ ഉസ്താദെ? എന്താന്ന് അറിഞ്ഞ വലിയ ഉപകാരമായിരുന്നു. ശരി, നല്ല ഒക്കെ. അസ്സലാമു അലൈക്കും. ചില പള്ളികളില് ഈ മഗ്‌രിബിന്റെ കൂടെ ഇശാവും ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് കാരണം പറഞ്ഞത് തണുപ്പ് ശക്തിയാകുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. അതിന്റെ നിയമം എന്താണ്, നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കപ്പെട്ടത്. ഷാഫി മദ്ഹബില് മുഅ്തമദായ അഭിപ്രായ പ്രകാരം ഒരു നിസ്കാരം മറ്റൊരു നിസ്കാരത്തിന്റെ സമയത്ത് കൂട്ടി നിസ്കരിക്കുക. അത് 2 രീതിയിലുണ്ടല്ലോ, മുന്തിച്ച് ജമാക്കലുണ്ട്, പിന്തിച്ച് ജമാക്കലുണ്ട്. അങ്ങനെ ആക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. അതിൽ പ്രധാനമായി പറഞ്ഞിട്ടുള്ളത്, കാര്യമായി മുഴുത്തമതായി പറഞ്ഞിട്ടുള്ളത് യാത്രയാണ്. യാത്രക്കാരനാണ് ജമ്മുള്ളത്. അതേ സ്ഥാനത്ത് രോഗിക്ക് അങ്ങനെ ജമ്മാക്കാൻ പറ്റും. ഓരോ സമയത്തും സ്വന്തമായി നിസ്കരിക്കുന്നതിന് വലിയ പ്രയാസം അനുഭവപ്പെടുന്ന രോഗിക്ക് ജമ്മാക്കാൻ പറ്റും എന്ന് അഭിപ്രായമുണ്ട്. മഴ കൊണ്ട് ജമ്മാക്കാൻ പറ്റും എന്നും അഭിപ്രായമുണ്ട്. അങ്ങനെ മഴക്കൊക്കെ അഭിപ്രായമുണ്ട് എന്നല്ലാതെ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അത്തരം കാര്യങ്ങൾക്കൊന്നും ജമ്മാക്കാൻ പറ്റൂല, ഓരോ നിസ്കാരവും അതതിന്റെ സമയത്ത് നിസ്കരിക്കണം എന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ മറ്റേതെങ്കിലും മദ്ഹബിൽ അങ്ങനെ അഭിപ്രായം ഷൂ ഇട്ട് നിസ്കരിക്കലുണ്ട് എന്നാണ്. അതിപ്പോ ഈ ഷൂ ഇട്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞാല് വലിയ ബുദ്ധിമുട്ടാണല്ലോ. കാരണം ഈ കാലിന്റെ വിരലിന്റെ പള്ള നിലത്ത് കെട്ടണമല്ലോ. ഷൂ എന്ന് പറഞ്ഞത് ഉറപ്പുള്ള സാധനമാണ്. ഷോക്സിന്റെ മാതിരി കാലിന്റെ കൂടെ വളയുന്ന സാധനമല്ലല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള ഷൂ ഇട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നജസിലോ മറ്റോ ഒക്കെ ചവിട്ടിക്കണമെങ്കിൽ അത് വേറെ ഒരു ബുദ്ധിമുട്ട് അതിൽ വരാറുണ്ട്.
അതൊക്കെ സാധ്യതകളാണ്. അതേ സ്ഥാനത്ത് ഈ ഷൂട്ട് നിസ്കരിക്കുമ്പോ ശരിക്ക് കാലിന്റെ വിരലിന്റെ ഭാഗം തട്ടാത്ത പ്രശ്നം വരും. ഷാഫി മദ്ഹബിന്റെ മുഴുത്തമതായ അഭിപ്രായം അനുസരിച്ച് ആ നിസ്കാരം സ്വഹീഹായ നിസ്കാരം ആകില്ല. അവന് ആരെങ്കിലും അങ്ങനെ നിസ്കരിക്കുന്നുണ്ടോ? നമ്മളങ്ങനെ നിസ്കരിക്കണ്ട എന്നാണ് ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം. ആരെങ്കിലും അങ്ങനെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവര് ഏത് മദ്ഹബുകാരാണെന്നോ അവരുടെ മദ്ഹബ് പ്രകാരം ആ നിസ്കാരം ശരിയാകുമോ ഇല്ലയോ എന്നൊന്നും അറിയാത്തിടത്തോളം കാലം നമ്മൾ ആരെയും ചെന്നിട്ട് ആ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാനുള്ള അവകാശം നമുക്കില്ല. ഒന്ന് അവരുടെ മദ്ഹബ് അറിയണം, അവരുടെ മദ്ഹബിൽ ഈ വിഷയത്തിന്റെ നിലപാട് എന്താണ് എന്ന് പറയണം. 7 അവയവം സുജൂദിൽ വെക്കൽ സുന്നത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്. മനസ്സിലായില്ലേ? 7 അവയവങ്ങള് സുജൂദിൽ വെക്കല് സുന്നത്തേ ഉള്ളൂ, നെറ്റി മാത്രം വെക്കലാണ് വാജിബ് എന്ന അഭിപ്രായവും ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ അഭിപ്രായ പ്രകാരം ഒന്നുമില്ല, അതിന് വിരോധമല്ല. പിന്നെ ഈ തോലിന്റെ സാധനേ, ഷോക്സ് നമ്മളെ ഹുഫ പോലത്തെ ധരിക്കുമ്പോ ഈ തോലിന്റെ സാധനമാണെങ്കിൽ അത് ഈ വളയുന്ന സാധനമാണല്ലോ, അല്ലെ? നമ്മളെ കാല് വക്കുമ്പോ ഈ സാധനം എന്താവും? വളയും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കാലിന്റെ വിരല് നിലത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ അതിന് മറയുണ്ടാകാൻ പാടില്ല എന്ന് നിയമമില്ല. ഉദാഹരണത്തിന് ഷോക്സ് ഇട്ടാലും നമ്മളെ കാലിന്റെ വിരല് നിലത്ത് വെക്കാം. കാരണം എന്താ? കാല് വളക്കുമ്പോ ഷോക്സ് എന്താവും? വളയും. അപ്പോ മറയുണ്ട് എന്നത് പ്രശ്നമല്ല. അതേപോലെ ആയിരിക്കും ഈ തോലിന്റെ ഹുഫയും. അതേ സ്ഥാനത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഷൂകളുടെ കൂട്ടത്തിൽ ചിലപ്പോ അങ്ങനെ വളയുന്നത് ഉണ്ടാവും. അങ്ങനെ ആവുമ്പോ പ്രശ്നമൊന്നുമില്ല, വിരല് നിലത്ത് വെച്ചമായി തന്നെ വരും. അതേ സ്ഥാനത്ത് വളയാതെ ഇതിന്റെ തല മാത്രം തട്ടി നിൽക്കുകയും കാലിന്റെ വിരലിൽ വളച്ചു വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായാൽ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ആ സുജൂദ് ശരിയാകാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പോ ഇത് ഓക്കെ ആണെങ്കിൽ അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, മാതാപിതാക്കളോട് മക്കൾ ചെയ്യേണ്ട കടമകൾ ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. അതിന്റെ അനിവാര്യതയും കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ആശ്രയം രക്ഷപ്പെടണമെങ്കിൽ അനിവാര്യമായ കാര്യമാണല്ലോ. പക്ഷെ എന്നാൽ എന്റെ ചോദ്യം, ഈ ദീനിനോടും മക്കളോടും കടുത്ത അക്രമം ചെയ്യുന്ന ഒരു പിതാവ്, കടുത്ത അക്രമം എന്ന് പറഞ്ഞാല് എന്താ പറയാ, ദീനിനോട് ആൾ അക്രമം ചെയ്യുന്ന ആളാണ്, എന്നാലും സ്വന്തം മക്കളോട് മക്കൾ എന്ന പരിഗണന കൊടുക്കാതെ ഓരോന്ന് ചെയ്യുന്ന ആള്. ഈ വ്യക്തിയോട് മക്കൾ എടുക്കേണ്ട നിലപാട് എന്താണ്? ആ നിലപാടിന്റെ പേരിൽ ഒന്ന് വിശദീകരിച്ചു തരാമോ? ആ നിലപാടിന്റെ പേരിൽ ആഖിറത്തിൽ പിന്നെ മക്കൾ ശിക്ഷിക്കപ്പെടുമോ എന്തെന്നൊക്കെ അതൊന്ന് വിശദീകരിച്ചു തരാമോ? വലിയ ഉപകാരം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതൊന്നും ഈ ഒരു സംവിധാനത്തിലൂടെ ശരിയാം വിധം വിശദീകരിക്കാൻ പറ്റിയ ഒരു കാര്യമില്ല. കാരണം ഒരാള് ചെയ്യുന്നത് ക്രൂരതയാണ് എന്ന വിലയിരുത്തൽ ചിലപ്പോൾ പല ആൾക്കാർക്കും ഉണ്ടാവും. നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ക്രൂരമാണെന്ന് നമുക്ക് തോന്നൂല. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ക്രൂരമാണെന്ന് തോന്നുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു പൊതു വിലയിരുത്തൽ. അപ്പോ പിതാവ് മക്കളോട് ക്രൂരമായി പെരുമാറുന്നു എന്ന് ചിലപ്പോ നമ്മൾ സ്വന്തം വിധി എഴുതും. ഏതായാലും ഇസ്ലാം ആ വിഷയത്തിൽ എന്ത് പറയുന്നു എന്ന് പരിശോധിച്ചാൽ മാതാപിതാക്കളെ അനുസരിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഏത് വിഷയത്തിലല്ലാതെ, മതപരമായ കാര്യങ്ങളിലല്ലാതെ. മതപരമായ വിഷയങ്ങളിൽ അവർ മതത്തോട് യോജിക്കാത്ത കാര്യങ്ങൾ കൽപ്പിച്ചാൽ അവിടെ അനുസരിക്കേണ്ട ബാധ്യതയില്ല. കാരണം ജന്മം നൽകാൻ കാരണക്കാരായ മാതാപിതാക്കളെക്കാൾ ഒരു മനുഷ്യന് കടപ്പാടുള്ളത് സൃഷ്ടിച്ച അള്ളാഹുവിനോടാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമത്തിനെതിരെ ഒരു മാതാവോ പിതാവോ കൽപ്പിച്ചാൽ ആ പിതാവിന്റെയും മാതാവിന്റെയും കൽപ്പന സ്വീകരിക്കേണ്ടത് മക്കൾക്ക് ബാധ്യത ഇല്ല. അല്ലാത്ത വിഷയങ്ങളിലെല്ലാം സ്വീകരിക്കണം എന്നാണ് നിയമം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി വന്നു. ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
മതപരമായ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുക എന്നൊക്കെ പറഞ്ഞാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, നബിയെ, ഞാൻ ജിഹാദിന് പോരാൻ തങ്ങളുടെ കൂടെ പോരാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പോരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിനക്ക് ഉമ്മ ഉണ്ടോ? ആ ഉമ്മ ഉണ്ട്. ജാഹിദ് ഫീഹ, ആ ഉമ്മയുടെ കാര്യത്തിൽ നീ ജിഹാദ് നടത്തിക്കോ, അതാണ്ട് ജിഹാദ് എന്ന്. അത് കേട്ടിട്ടൊരു സമാധാനം അല്ലാതെ കുറച്ച് കഴിഞ്ഞപ്പോ രണ്ടാമതും സമ്മതം ചോദിച്ചു, ഞാൻ ജിഹാദിന് പോരട്ടെ എന്ന്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇങ്ങനെ തന്നെ മറുപടി പറഞ്ഞു. മൂന്നാം തവണയും അതേ ചോദ്യം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു, നിനക്ക് ഉമ്മല്ലേ എന്ന് ചോദിച്ചു. ഉണ്ട്. ഇല്ലം റിജലൈഹാ ഫതമ്മൽ ജന്ന, ഉമ്മയുടെ കാൽക്കൽ കുടിക്കോ, അവിടെയാണ് സ്വർഗം എന്ന് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുള്ളത് അങ്ങനെയാണ്. അതേമാതിരി വേറൊന്നുകൂടി പറഞ്ഞുതരാം, സമാനമായ വേറൊന്ന്. നമ്മള് സ്വഭാവ ദൂഷ്യവും ക്രൂരമായ പെരുമാറ്റവും ഒക്കെ പറയുന്നുണ്ടല്ലോ. അതില് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറയാണ്, നബിയെ, എന്റെ ഉമ്മയുടെ സ്വഭാവം വളരെ മോശമാണ്, അതുകൊണ്ട് ആ ഉമ്മയോട് ചെയ്യേണ്ട കടപ്പാടുകൾ ഞാൻ ചെയ്യേണ്ടതുണ്ടോ? ഉമ്മന്റെ സ്വഭാവം മോശമാണല്ലോ. അപ്പൊ സ്വഭാവം മോശം ആയ ഉമ്മനോട് പെരുമാറുമ്പോ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്നാലും ആ ഉമ്മനോട് നല്ലൽക്ക് നിൽക്കണോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. അതെന്താ? 10 മാസം നിന്നെ ഗർഭം ധരിച്ച സമയത്ത് ആ ഉമ്മയുടെ സ്വഭാവം മോശമല്ലായിരുന്നോ? 2 വർഷത്തോളം നിനക്ക് പാല് തന്ന് വളർത്തിയ സമയത്ത് ആ ഉമ്മയുടെ സ്വഭാവം മോശമല്ലായിരുന്നോ? നീ സ്വന്തമായി നിന്റെ കാര്യങ്ങൾ ചെയ്യാനാകുന്നതിന്റെ മുമ്പ് നിനക്ക് ആവശ്യമായ എല്ലാ പരിചരണവും തന്ന് നിന്നെ വളർത്തിയപ്പോൾ ആ ഉമ്മയുടെ സ്വഭാവം മോശമല്ലായിരുന്നോ? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ആ ചോദ്യത്തിന്റെ പൊരുളെന്താ? നമ്മളെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് അതിന്റെ പൊരുള്? സ്വഭാവം മോശമായ ഉമ്മയിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ആനുകൂല്യങ്ങൾ സ്വീകരിക്കാമെങ്കിൽ അങ്ങനെയുള്ള ചെയ്തത്. 10 മാസം വയറ്റിൽ കിടന്നപ്പോ സ്വഭാവം മോശം താരം ഇറങ്ങിപ്പോന്നോ? പോന്നിട്ടില്ല. 2 കൊല്ലം മുല കുടിച്ചപ്പോ സ്വഭാവം മോശമാണ്, ഇപ്പൊ എനിക്ക് വേണ്ടെന്ന് ആരോ പറഞ്ഞോ? അവൻ പറഞ്ഞില്ല. കുറെ കാലം ആ ഉമ്മന്റെ പരിചരണവും ശുശ്രൂഷയൊക്കെ വാങ്ങി ജീവിച്ചപ്പോ ഈ ഉമ്മയുടെ സ്വഭാവം മോശമാണ്, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് നിഷേധിച്ചോ? അതൊന്നും ആരും ചെയ്തില്ല. അങ്ങനത്തെ ആള് പിന്നെ വലുതായപ്പോ ആ ഉമ്മയുടെ സ്വഭാവം മോശമാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിച്ചു ഉമ്മക്ക് കൊടുക്കേണ്ട കടപ്പാടുകളെ വിസ്മരിക്കുകയും ആ കടപ്പാടുകൾ നിറവേറ്റപ്പെടാതിരിക്കാനുള്ള ഒരു മറയായി ഈ സ്വഭാവ ദൂഷ്യത്തെ കാണുന്നതും ശരിയല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരണം സ്വഭാവ മോശമുള്ള ഉമ്മയുടെ ആനുകൂല്യങ്ങൾ ഇങ്ങോട്ട് സ്വീകരിക്കാമെങ്കിൽ ആ സ്വഭാവം മോശമുള്ള ഉമ്മക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് കൊടുത്തുകൂടാ എന്നൊരു ചിന്തയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞതിൽ നിന്ന് ആ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഉമ്മയോടും ഉപ്പയോടും നല്ല നിലക്ക് പെരുമാറാൻ പറഞ്ഞത് അവരുടെ സ്വഭാവം നോക്കിയിട്ടല്ല. കാരണം സ്വഭാവം നന്നായപ്പോ നമ്മൾ ആരോടും നല്ലോണം നിൽക്കൂലേ? നമ്മളെ നാട്ടിലുണ്ടൊരു മനുഷ്യൻ നല്ല സ്വഭാവ, എന്നാ നമ്മൾ അയാളോട് നല്ല കൊലത്തിൽ തന്നെ നിൽക്കുക. അങ്ങനല്ലേ? ഉമ്മയോടും ഉപ്പയോടും നല്ല നിലക്ക് പെരുമാറാൻ പറഞ്ഞത് ഉമ്മയായതുകൊണ്ട് ഉപ്പയായതുകൊണ്ടാണ്. അവിടെ സ്വഭാവത്തിന് സ്ഥാനമൊന്നുമില്ല. അതേ സ്ഥാനത്ത് സ്വഭാവം നല്ല ഉപ്പയും ഉമ്മയൊക്കെ കിട്ടിയാൽ അൽഹംദുലില്ലാ അത് വേറൊരു സന്തോഷം. അതേ സ്ഥാനത്ത് ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറാൻ പറഞ്ഞത് അത് ഉമ്മയായതുകൊണ്ടാണ്, ഉപ്പയോട് നല്ല നിലക്ക് പെരുമാറാൻ പറഞ്ഞത് അത് ഉപ്പയായതുകൊണ്ടാണ്. പക്ഷെ അതിന്റെ പരിധി എന്താന്ന് വെച്ചാല് ഉമ്മയും ഉപ്പയും നമ്മൾ ജനിക്കാനും നമ്മൾ വളരാനും ഒക്കെ കാരണക്കാരായി പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് കടപ്പാടുകളുണ്ട്. അതേ സ്ഥാനത്ത് കാരണക്കാരായി ഇവർ പ്രവർത്തിച്ചെങ്കിലും യഥാർത്ഥത്തിൽ നമ്മളെ പഠിച്ചത് അള്ളാഹുവാണ്. നമുക്ക് വേണ്ട എല്ലാം ചെയ്തു തരുന്ന ദാതാവ് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയോടും ഉപ്പയോടും ഉള്ളതിനേക്കാൾ കടപ്പാടുള്ളത് അള്ളാഹുവിനോടാണ്. അപ്പൊ അള്ളാഹുവിന്റെ നിയമത്തിനെതിരായി ഉമ്മയും ഉപ്പയും കൽപ്പിച്ചാൽ അത് സ്വീകരിക്കേണ്ടതില്ല, അല്ലാത്തത് സ്വീകരിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സജ്ദയിൽ അള്ളാഹു തആല അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ വൈകില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്മാർക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു.
ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉസ്താദെ, ഇതുവരെയായിട്ട് മറുപടി വന്നിട്ടില്ല ഉസ്താദെ. എന്റെ ചോദ്യം എന്താ പറഞ്ഞാൽ ഉസ്താദെ, നിങ്ങൾ ഉസ്താദന്മാർക്ക് ദ്വാരക്കും തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലും. അപ്പൊ ദ്വാരക്കും നമുക്ക് ആമീൻ ചൊല്ലാൻ പറ്റുമോ? റേഡിയോയിൽ പോയിട്ട് പിന്നെ സലാത്ത് ചൊല്ലാൻ പറ്റുമോ? അതിന്റെ കെറ്റും കൂലിയുണ്ടോ? അതിന്റെ മറു കിട്ടുന്നത് കൊള്ളായിരുന്നു ഉസ്താദ്. ഓക്കെ. മറുപടി പറയുന്നതിന് മുമ്പ് ഈ സഫ്രാൻ ഷാഹിന മൈക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് അറിയണമെങ്കിൽ ബാനർ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ബാനറിൽ എന്താണ് ഇപ്പൊ നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത്, വാട്സപ്പിലൂടെ റേഡിയോ ശ്രോതാക്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന സമയമാണിപ്പോ. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞതിന് ശേഷം ക്ലാസ് റൂമിലുള്ളവർക്ക് മൈക്ക് തരും കേട്ടോ. അതുകൊണ്ട് അല്പസമയം കാത്തിരിക്കുക. ഇപ്പൊ ഒരു സുഹൃത്തിന്റെ ഈ ചോദ്യം, നമ്മള് ക്ലാസ് റൂമിലൂടെ ദുആ ചെയ്യുമ്പോ അല്ലെങ്കിൽ പലപ്പോഴും നമ്മള് മറ്റു സന്ദർഭങ്ങളിൽ നമ്മുടെ ലൈവ് പരിപാടികളിലൂടെ കേൾക്കുന്ന ദുആ, സ്വലാത്ത്, റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുക, ദിക്ർ ഇല്ല, ഇതൊക്കെ ഉണ്ടാകുമ്പോ അത് കൂടെ ചെല്ലുന്നതിനും ദുആക്ക് ആമീൻ പറയുന്നതിനൊക്കെ കൂലി കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും കിട്ടും കേട്ടോ. നമ്മൾ ആ ദുആ കേൾക്കുകയാണല്ലോ, അപ്പൊ കേൾക്കുമ്പോ ആ കേട്ടതിനാണ് ആമീൻ പറയുന്നത്. അത് ശരിക്ക് നമ്മൾ കേട്ടുകൊണ്ട് തന്നെയാണ്. പക്ഷെ ആ കേൾവിക്ക് നമ്മൾ ഒരു മാധ്യമം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ നമ്മളത് കേൾക്കുന്നുണ്ട്. ഫോണിൽ കൂടി സലാം പറഞ്ഞാൽ ജവാബ് പറയണല്ലോ. ഫോണിൽ കൂടി ഒരാൾ അസ്സലാമു അലൈക്കും എന്നോ വലൈക്കും അസ്സലാം എന്ന് പറയണ്ടേ? അതേപോലെ അപ്പോ അത്തരം ദുആകളിലൊക്കെ പങ്കെടുക്കുമ്പോ അതിന് കൂലിയുണ്ട്. ആ ദുആന് ആമീൻ പറയേണ്ടതുണ്ട്. റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞത് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലേണ്ടതുണ്ട്. ആ സ്വലാത്തിലും ദിക്റിലൊക്കെ പങ്കെടുത്താൽ അതിന് അതിൻ്റെതായ ഗുണവും ഉണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാന് റാസുൽ ഹൈമ എന്ന സ്ഥലത്താണ്. ഇവിടെ പള്ളികളിൽ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഹനഫി മദ്ഹബുകാർ വേഗം എണീക്കുന്നു. കൂട്ടുപ്രാർത്ഥനയോ സ്വന്തം ദ്വാരക്കും വളരെ കുറവാണ്. എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു തന്നാൽ തിരക്കടില്ല. വിഷയത്തോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരത്തിന്റെ ജമാഅത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുത്താലേ ആളുകൾ ദുആ ചെയ്യാതെ പെട്ടെന്ന് നീച്ചു പോണ്. കൂട്ടമായി ദുആ ചെയ്യണില്ല, ഒറ്റക്കും ദുആ ചെയ്യുന്നില്ല. അതിന്റെ അടിസ്ഥാനം എന്താണെന്നാണ് ചോദിച്ചത്. അത് ഫാസ്റ്റ് ഫുഡാണ് കേട്ടോ. ഈ ഫുഡ് ഫാസ്റ്റ് ആയപ്പോഴേ എല്ലാം ഫാസ്റ്റ് ആയി പോയതാ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും സമയവും നേരവും ഇല്ല. നിസ്കാരം തന്നെ ഇപ്പൊ എന്താക്കാണ്, പിന്നെ കുടുങ്ങിയിട്ട് ചെയ്യാണ്. അതുകൊണ്ട് ഒപ്പിച്ച് പോവുക. അപ്പൊ അത് കഴിഞ്ഞിട്ടും ദ്വാരക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ആൾക്കാർ തിരിച്ചു പോകണമെന്നുള്ള അതിന് ഷറയിൽ അതിന് അടിസ്ഥാനമൊന്നുമില്ല. ഷറയിൽ പറഞ്ഞിട്ടുള്ളത് നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്യണം, പിന്നെ ദിക്ർ ചെല്ലണം എന്നാണ്. നിസ്കാരത്തിന് ശേഷം ദിക്റും ദുആയൊക്കെ നടത്തണം എന്നാണ് ഷറയിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ പഴയകാല ആലിമീങ്ങൾ കേരളത്തിൽ നടത്തിപ്പോന്നിരുന്ന കൂട്ടുപ്രാർത്ഥനയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? ദ്വാരക്കണമെന്ന് നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചു, ദിക്ർ ചെല്ലണം എന്നും നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചു. അത് കൂട്ടമായി ചിലപ്പോൾ നബിസ്വല്ലല്ലാഹു ദ്വാരന്ന് കാണിച്ചു തരികയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സുന്നത്ത് സ്വീകരിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ദുആ ചെയ്യണം. അത് ഒരാൾ ദുആ ചെയ്ത് പലരും ആമീൻ പറയുന്നത് കൂട്ടമായ ദുആയാണ്. എല്ലാവരും ദുആ ചെയ്യുന്നത് സമാനമാണ്. ആ ഒരു രീതി നമ്മുടെ നാട്ടിലെ ആലിമീങ്ങൾ നേരത്തെ തന്നെ നടപ്പിൽ വരുത്തിയത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഏത് സാധാരണക്കാരും നമ്മുടെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാലും ദിക്റും ദുആയും കഴിഞ്ഞിട്ടാ പോവുക. അത്ര അർജന്റ് ഉള്ളവരുടെ നിവേദിച്ചുള്ളൂ. അതേ സ്ഥാനത്ത് നിങ്ങളിപ്പോ പറഞ്ഞ പ്രദേശത്ത് നിങ്ങളുടെ അനുഭവമാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെ അങ്ങനെ ഒരു കൂട്ടമായി ദുആ ചെയ്യുന്ന സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് പല ആൾക്കാരും നിസ്കാരം കഴിഞ്ഞാൽ സ്വന്തമായി പോലും ദുആ ചെയ്യാൻ ഇരിക്കാതെ എഴുന്നേറ്റ് പോകുന്നത്.
അപ്പൊ ദിക്ർ ചെല്ലാനും കൂട്ടമായി ദുആ ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഒരു നാട്ടിൽ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ നല്ല മാറ്റം ഉണ്ടാകും. ദുആ ചെയ്യാതെയും ദിക്ർ അല്ലാതെയൊക്കെ എഴുന്നേറ്റ് പോകുന്നത് അത് ശറയിൽ അംഗീകരിക്കപ്പെടുന്ന രീതിയല്ല. വളരെ പ്രധാനപ്പെട്ട ദിക്റുകൾ ആ സമയത്ത് ചെല്ലേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളിൽ ഫർള് നിസ്കാരത്തിന്റെ ശേഷമുള്ള സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം സമയങ്ങൾ ഉപയോഗപ്പെടുത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അബ്ദുൽ അസീസ് കൂമണ്ണ സ്വദേശി. ജിദ്ദയിൽ ഒരു കസ്റ്റേരിയയിൽ ജോലി ചെയ്യുന്നു. എനിക്കുള്ള സംശയം, സക്കാത്തിന്റെ പണം അഥവാ മുഹറം 1-ന് ഒരു 30,000 രൂപ സക്കാത്ത് കൊടുക്കാൻ എനിക്ക് ബാധ്യതയുണ്ടെങ്കിൽ അത് അടുത്ത മുഹറം 1-ാം തീയതിക്ക് മുമ്പായിട്ട് കൊടുത്താൽ മതിയോ, അല്ല പെട്ടെന്ന് കൊടുത്തു തീർക്കണോ, അതിന്റെ സമയം എത്രയാണെന്നും, കൂടാതെ ആ 30,000 രൂപ സക്കാത്ത് കൊടുക്കാനുള്ള കാശ് ഈ 1-ാം തീയതിക്ക് ശേഷം കിട്ടിയ കാശിന് കൊടുത്താൽ മതിയോ, വീണ്ടും ഇന്നത്തെ മുഹറം 1-ാം തീയതി വരുമ്പോ ആ കണക്ക് കൂട്ടി അതുപോലുള്ള സക്കാത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. മൈക്ക് റിലീസ്. സക്കാത്തുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. അവിടെ മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് വാജിബായി കഴിഞ്ഞാൽ, വാജിബാകല് കൊല്ലം തികയുമ്പോഴാണല്ലോ. 1,00,000 ഉറുപ്പിക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ 1,00,000 രൂപ കയ്യിൽ വന്ന് ഒരു കൊല്ലം എന്നാണോ കഴിയുന്നത് അന്നാണ് അതിന്റെ സക്കാത്ത്. കച്ചവടത്തിന്റെ സക്കാത്ത് കച്ചവടം തുടങ്ങി ഒരു കൊല്ലം പൂർത്തിയാകുമ്പോഴാണ് കച്ചവടത്തിന്റെ സക്കാത്ത്, അല്ലാതെ റമദാനിലല്ല സക്കാത്ത്. ഞാൻ സാന്ദർഭികമായി പറയുന്നു. സക്കാത്തിന്റെ കണക്ക് കൊല്ലം തികയ എന്നതാണ്. കൊല്ലം തികയുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ കൊല്ലം തികയുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ 30,000 രൂപ സക്കാത്ത് കൊടുക്കേണ്ടതായി വന്നു. ഈ മുഹറം 1-ന് നമ്മൾ കച്ചവടം തുടങ്ങിയിട്ട് കൊല്ലം തികഞ്ഞു. അപ്പൊ കണക്ക് കൂട്ടി വെക്കുമ്പോ 30,000 രൂപ സക്കാത്ത് കൊടുക്കേണ്ടി വന്നു. ആ 30,000 രൂപ നമ്മളെ കയ്യിലുണ്ട്. അത് കൊടുക്കാൻ സ്വീകരിക്കാൻ പറ്റിയ ആളും ആ പ്രദേശത്തുണ്ടെങ്കിൽ അന്ന് തന്നെ സക്കാത്ത് കൊടുക്കൽ വാജിബാണ്. സക്കാത്ത് അപ്പൊ തന്നെ കൊടുത്തോളണം. സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അത് ചിന്തിക്കാൻ പാടില്ല. ചിന്തിക്കുന്നത് അനാവശ്യമായി എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ എന്താകണം, മുതല് കയ്യെത്തിനോടത്ത് ഇല്ലാതിരിക്കണം, അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റിയ ആളില്ലാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താക്കാം, അത് ഉണ്ടാകുന്ന സമയം വരെ നമുക്ക് കാത്തിരിക്കാം. സ്വന്തം നാട്ടിലില്ലെങ്കിൽ അടുത്ത നാട്ടിൽ കൊടുക്കണം എന്നൊക്കെയുള്ളോ. അപ്പൊ അതിനുള്ള ആ ഒരു സാവകാശം നമുക്ക് തരും. അതല്ലാതെ അങ്ങനത്തെ കാരണങ്ങളൊന്നും ഇല്ലാതെ ഒരാളെ പിന്തിച്ചാൽ പിന്തിക്കുന്നതിന് കുറ്റം ഉണ്ടാവും. ആ പിന്തിച്ച കാരണം കൊണ്ട് മനസ്സിലായോ? പിന്നെ സക്കാത്ത് കൊടുക്കുമ്പോ ഇതുവരെ ഉണ്ടായ കാശിൽ നിന്ന് കൊടുക്കണം, ഇനിയാണ്ട് അങ്ങനത്തെ കണക്കൊന്നുമില്ല. അത് ഏത് കാശിൽ നിന്ന് കൊടുത്താലും സക്കാത്ത് കൂടും. പക്ഷെ സമയമായി കഴിഞ്ഞാൽ പിന്നെ സക്കാത്ത് പിന്തിക്കാൻ പാടുള്ളതല്ല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഖത്തർ മസ്ലിം എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ ചെറിയ സംശയം ഉണ്ടായിരുന്നു, അതറിയാനായിരുന്നു ഞാൻ വിളിച്ചത്. ഈ എന്റെ റൂമിൽ ഒരുപാട് മുജാഹിദും കുറെ ടീമുണ്ട്, ഞാൻ സുന്നിയാണ്. അപ്പൊ അവരിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് പലിശ കൊണ്ട് പലിശ അടക്കാൻ കഴിയുക എന്നുള്ളൊരു സംശയം ചോദിച്ചിട്ട്, അപ്പൊ അത് ഉത്തരം കിട്ടുമെന്ന് വളരെ ഉപകാരം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഈ മുള്ളോണ്ട് മുള്ളെടുക്കുക എന്നൊക്കെ പറഞ്ഞായി അല്ലേ? പലിശ കൊണ്ട് എന്താക്കുക? പലിശ അടക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റൂല എന്നാണ് മറുപടി. കേട്ടോ? പലിശ കൊണ്ട് പലിശ അടക്കുക എന്ന് പറഞ്ഞെങ്കിൽ ആദ്യം പലിശ വാങ്ങണ്ടേ? എങ്ങനെയല്ലേ പലിശ അടക്കാൻ പറ്റുള്ളൂ?
പലിശ വാങ്ങൽ പാടില്ലാത്ത സംഗതിയാണ്, കടുത്ത ഹറാമാണ്, വലിയ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് പലിശ വാങ്ങാൻ പാടില്ല. പലിശ വാങ്ങിയിട്ട് നമ്മൾ വേറെ പലിശപ്പുറത്ത് കൊടുക്കുക എന്നുള്ള ആ കൊടുക്കലും തെറ്റാണ്. മനസ്സിലായില്ലേ? പലിശ വാങ്ങലും തെറ്റാണ്, കൊടുക്കലും തെറ്റാണ്. അപ്പൊ പലിശ കൊണ്ട് പലിശ കൊടുക്കുമ്പോൾ രണ്ട് തെറ്റ് ഒരേ സമയത്ത് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോ അങ്ങനല്ല. അതേ സ്ഥാനത്ത് ഈ വേറെ അതിന്റെ വിശദീകരണം ഒന്നും പറയേണ്ടതില്ല. അതിന് ഈ ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലും വിശദീകരണം ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആലിമീങ്ങളോട് പേഴ്സണലായി ചോദിക്കലാണ് കൂടുതൽ നല്ലത്. ഇപ്പൊ ചോദിച്ചതിന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അസ്സലാമു അലൈക്കും. പുരുഷന്മാർ സ്വർണമല്ലാത്ത ആഭരണം, മാല പോലുള്ളത് ധരിക്കുന്നതിന്റെ വിധി എന്താണ്? മാല ധരിക്കുന്നതിന്റെ വിധി. ഈ എന്താ പറയാ, സ്വർണമല്ലാത്ത ആഭരണം എന്ന് പറഞ്ഞല്ലോ, സ്വർണവും വെള്ളിയും പുരുഷന് ഹറാമാണ്. സ്വർണാഭരണവും വെള്ളി ആഭരണങ്ങളും ഉപയോഗിക്കൽ പുരുഷന് ഹറാമാണ്. അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് വെള്ളിയുടെ മോതിരം മാത്രമാണ്. ആ മോതിരം ധരിക്കല് പുരുഷന് സുന്നത്താണ്. പക്ഷെ അത് ഒറ്റ മോതിരമാകണം, ഒന്നിലധികമാകരുത്. അത് ധരിക്കുന്നത് തന്നെ ചെറുവിരലിൽ ആവുകയും വേണം. ചെറുവിരലാവുന്നുള്ളൂ. ചെറുവിരല് അല്ലാത്ത ഏത് വിരലില് ധരിച്ചാലും സംഗതി പ്രശ്നമാണ്. അത് കറാഹത്താണ്, ഹറാമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും ഉണ്ട്. അതുകൊണ്ട് വെള്ളി മോതിരം ധരിക്കുന്ന ആൾക്കാരൊക്കെ ചെറിയ വിരലിന് പാകാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഏതായാലും അല്ലാത്ത വെള്ളി ആഭരണം, സ്വർണ്ണാഭരണം ഏതും പുരുഷന് ഹറാമാണ്. സ്വർണവും വെള്ളിയും അല്ലാത്ത ആഭരണം ഒരു പുരുഷൻ ധരിച്ചു വെച്ചുകൊണ്ട് അതുകൊണ്ട് ആ നിലക്ക് ഹറാമൊന്നും വരില്ല. പിന്നെ ഹറാമ് വരുന്ന ഒരു പോലുള്ള എന്താ വെച്ചാല്, സ്ത്രീകളുടെ വേഷമായി അറിയപ്പെട്ട ഒരു വേഷം, അത് വസ്ത്രത്തിലായാലും ആഭരണത്തിനായാലും പുരുഷൻ സ്വീകരിക്കുന്നത് ഹറാമാണ്. സ്ത്രീകളുടേതായി ഗണിക്കപ്പെടുന്ന, അവരുടേതായി അറിയപ്പെടുന്ന സ്ത്രീവേഷം, അപ്പൊ ആ നിലക്ക് ഏത് ആഭരണങ്ങൾ ഉപയോഗിക്കുന്നതും ആ രീതിയിൽ വന്നിട്ടുള്ള ഏത് ആഭരണം ഉപയോഗിക്കുന്നതും പുരുഷനെ സംബന്ധിച്ചിടത്തോളം തെറ്റുള്ളതാവും. കാരണം അത് ആഭരണം ഉപയോഗിച്ചു എന്നുള്ളതല്ല പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാരോട് സാദൃശ്യപ്പെടുന്നവരെയും അതുപോലെ തന്നെ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്നവരെയും അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തശബ്ബുഹ് അതാണ് അവിടുത്തെ പ്രശ്നം. ആഭരണം സ്വർണം വെള്ളി എന്ന നിലക്ക് അവിടെ തശബ്ബുഹ് ഉണ്ടായാലും ഇല്ലെങ്കിലും സ്വർണവും വെള്ളിയും ഹറാമാണ്. ബാക്കിയുള്ളത് ഈ തശബ്ബുഹ് ഉണ്ടാകുമ്പോൾ അത് ഹറാമാണ്, അല്ലാത്തപ്പോൾ അതിന് കുഴപ്പമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. കേക്കാവോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് അബ്ദുസ്സമദ് എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളും വർഗങ്ങളും ആശയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവരെയൊക്കെ എങ്ങനെയൊക്കെയാണ് നാം തരംതിരിക്കേണ്ടത്? എല്ലാവരും ഒരു ഗണത്തിൽ തന്നെയാണോ നാം അവരെ പെടുത്തേണ്ടതും? അവരുമായുള്ള കൂടിച്ചേരുകയിലും അവരുമായിട്ടുള്ള സഹവാസവും അവരോടുള്ള ഇടപഴകലുകളും എല്ലാവരോടും അവരുമായിട്ടുള്ള നമ്മുടെ മനോഭാവം എല്ലാം ഒരേപോലെ തന്നെയാക്കണോ? അതല്ല ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണോ? എങ്ങനെയാണ് നാം അവരുമായിട്ട് ഇടപഴകേണ്ടത് എന്ന് അറിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും.
ഇവിടെ ഈ വിഷയത്തിൽ വിദഗ്ധകാരോട് നമുക്കുള്ള നിലപാട്, അത് വിദഗ്ധകാർ എന്ന് പറയുന്ന ഗണത്തിൽ ആരെല്ലാം വരുമോ അവരോടെല്ലാം ഒരേ നിലപാടാണ്. അത് മുജാഹിദായാലും ജമാഅത്തായാലും തബ്ലീഗായാലും ഇനിയിപ്പോ ആരായാലും വിദഗ്ധകാരൻ എന്ന ഗണത്തിൽ വരുന്നവരോടാണ് നമുക്കൊരു നിലപാടുള്ളത്. ആ നിലപാട് ഏത് തരത്തിലുള്ള വിദഗ്ധകാരാണെങ്കിലും ആ നിലപാട് അങ്ങനെ തന്നെയാണ്. അല്ലാതെ മുജാഹിദ് ആയതുകൊണ്ടൊരു നിലപാട്, ജമാഅത്ത് ആയതുകൊണ്ട് വേറെ നിലപാട്, അങ്ങനെയല്ല. കാരണം നമ്മളോട് അവരുമായി ഇടപഴകുന്ന വിഷയത്തിൽ ഇത്തരം നിലപാടെടുക്കാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത് അവര് വിദഗ്ധകാരാണ് എന്ന കാരണം കൊണ്ടാണ്. വിദഗ്ധ് എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ രോഗമാണ്. ശാരീരികമായ ഇടപഴകലിലൂടെ ശരീരത്തിന്റെ രോഗം പകരുന്നത് നമ്മളെല്ലാവരും സമ്മതിക്കുന്നതും അറിയുന്നതും, അതുകൊണ്ട് തന്നെ പലപ്പോഴും അസുഖമുള്ളപ്പോ പലരും മാറി നിൽക്കുന്നതും ഒക്കെ സാധാരണമാണ്. അപ്പൊ ശാരീരികമായ സമ്പർക്കങ്ങളിലൂടെ ശരീരരോഗം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാൻ സാധ്യത കൂടുതലാണ്. ഇതുപോലെ ആത്മീയമായ സമ്പർക്കങ്ങളിലൂടെ ആത്മാവിന്റെ രോഗവും പകരാൻ സാധ്യത കൂടുതലാണ് എന്നതാണ് വിദഗ്ധകാരുമായി അകലം പാലിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആ വിഷയത്തിൽ എല്ലാ വിദഗ്ധരും തുല്യമാണ് എന്നറിയിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. സൗദി ജിദ്ദയിലാണ്. ഹലോ സാറേ, പിന്നെ ഈ മയ്യത്ത് മറവ് ചെയ്ത ശേഷം മയ്യത്തിന്റെ ആദ്യ രാത്രി മറവ് കബറിൽ മറിച്ച ശേഷം മയ്യത്തിന്റെ ആദ്യ രാത്രി അങ്ങനെ സുന്നത്ത് നിസ്കാരം മയ്യത്തിന് വേണ്ടി ഉണ്ടോ? അതെങ്ങനെയാണ് നിസ്കരിക്കുന്നതിനെ പറഞ്ഞാണ് ഒരു ഉപകാരമായി. അസ്സലാമു അലൈക്കും. ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അങ്ങനെ പ്രത്യേക ഒരു നിസ്കാരം പിന്നെ സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ എണ്ണി കാണുന്നില്ല. എന്നാലും ചില തസവ്വുഫിന്റെ ആലിമീങ്ങൾ അത്തരം ഒരു നിസ്കാരം പറഞ്ഞിട്ടുണ്ട് കാണും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ തന്നെ നമ്മളൊരു സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് അതിന്റെ കൂലി ഒരാൾക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്നതിന് വിരോധമില്ല. അപ്പൊ ഒരാൾ മരിച്ചാല് അയാൾക്കും വേണ്ടി നമ്മളൊരു നിസ്കാരം നിസ്കരിക്കുക, നമുക്ക് വേണ്ടി നിസ്കരിക്കുക, ആ നിസ്കാരത്തിന്റെ കൂലി അയാൾക്ക് കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ ദ്വാരിക്കുക, അതിന് യാതൊരു വിരോധമില്ല. അതിനെ ചില ആൾക്കാർ എതിർക്കാറുണ്ട്. അത് അവരുടെ അറിവുകൊണ്ടാണ്. കാരണം നമ്മൾ വേറൊരാൾക്ക് ദ്വാരിക്കുമ്പോ പടച്ചോനെ ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ എന്ന് ദ്വാരിക്കണേന് വല്ല വിരോധമുണ്ടോ? ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ എന്ന് ദ്വാരുന്നാല് അതിനൊക്കെ എല്ലാവരും ആമയും പറയും. എന്നാൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ അള്ളാഹിനോട് പറയണം പടച്ചോനെ ഈ നിസ്കാരത്തിന് എനിക്ക് കൂലി തരണേ, അതുപോലത്തെ സമാനമായൊരു കൂലിന്റെ വാപ്പാക്കും കൊടുക്കണേ എന്ന് പറഞ്ഞാലും അതിന് വിരോധമില്ല എന്നാണ് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബൈ. ഒരു സംശയം ചോദിക്കാനാണ്. ഒരാൾക്ക് ഒരുപാട് നിസ്കാരം ഫർദ് നിസ്കാരം കലാഹുണ്ടെങ്കിൽ ആ കലാഹ് വീട്ടുന്നതിന്റെ ഇടയിൽ തന്നെ നമുക്ക് നോക്കതായ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ആ കൂട്ടത്തിൽ നിസ്കരിക്കാൻ പറ്റുമോ? എല്ലാ നിസ്കാരത്തിന് സമയം കൂടി മറ്റുള്ള ഫർദ് നിസ്കാരം കലാഹ് വീട്ടുകയാണോ ഉത്തമം? അതൊന്നും അറിഞ്ഞാലും വസിയത്തോടു കൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീർച്ചയായും ഖളാ ആയ നിസ്കാരം ബാധ്യതയായി കിടക്കുന്നവൻ അതിനാണ് സമയം ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാതെ സുന്നത്ത് നിസ്കരിക്കാനല്ല. അത് മുഅക്കദായ സുന്നത്താണെങ്കിലും അത് സുന്നത്താണല്ലോ, മറ്റേത് വാജിബാണല്ലോ. മുഅക്കദായ സുന്നത്താണെങ്കിലും അത് സുന്നത്താണ്. അതേ സ്ഥാനത്ത് ഖളാ ആയ നിസ്കാരം ഖളാ വീട്ടേണ്ടത് വാജിബുമാണ്. അതുകൊണ്ട് അയാളുടെ സമയം അദ്ദേഹം ഉപയോഗപ്പെടുത്തേണ്ടത് ഖളാ ആയ നിസ്കാരം വീട്ടാനാണ്, അല്ലാതെ സുന്നത്ത് നിസ്കരിക്കാനല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു സംശയം ഉസ്താദേ, ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട് 10 ലക്ഷം റുപ്യക്ക്. അത് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷെ എൻ്റെ പൈസ മുഴുവൻ ഞാൻ കൊടുത്തു തീർത്തിരിക്കുന്നു. എനിക്കതിപ്പോ കച്ചവടം ചെയ്യാൻ വിൽക്കാൻ പറ്റുമോ? കാരണം ഇത് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് എൻ്റെ ഉടമസ്ഥതയിൽ വരാതിരിക്കോ? അതായത് വിൽക്കുന്നതിന്റെ മസാല എന്താണ്?
വേറെ മറ്റൊരു സ്ഥലം ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്, ഫുള്ള് കൊടുത്തിട്ടില്ല, അത് എനിക്ക് വെക്കാൻ പറ്റുമോ? രണ്ടും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒന്ന് ഫുള്ള് പൈസ കൊടുത്തു, ഒന്ന് പകുതി പൈസ കൊടുത്തിട്ടുള്ളൂ. മറുപടി പറയാൻ ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മളൊരു സാധനം വാങ്ങിയാല് അത് നമ്മുടേതായതിന്റെ ശേഷമാണ് അത് വിൽക്കുക പോലുള്ള കൈകാര്യങ്ങൾ നമുക്കത് ചെയ്യാൻ പറ്റുക. അതിനുള്ള അധികാരം എപ്പോഴാണ് ഉണ്ടാവുക? അതിന്റെ മുമ്പ് നമുക്ക് വിൽക്കാം, അതിന്റെ ഉടമ സമ്മതം തന്നാൽ. പക്ഷെ അതിലുള്ള ലാഭം അയാളുടെ അവകാശമായിരിക്കും. അതേ സ്ഥാനത്ത് ലാഭമൊക്കെ നമുക്ക് പൂർണ്ണമായി അവകാശം ഉണ്ടാകുന്ന രീതിയിൽ ആ വസ്തു നമുക്ക് തന്നെ ഉദ്ദേശിച്ചതുപോലെ വിൽക്കാൻ സാധിക്കണമെങ്കിൽ അത് നമ്മുടെ കയ്യിൽ വരണം. അതിനാണ് ശറഈന്റെ ഭാഷയിൽ ഖബ്ദ് എന്ന് പറയുന്നത്. ശറഈന്റെ ഭാഷയിൽ ഇടപാടുകൾക്ക് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന് വിൽപ്പന, വാങ്ങൽ. അത് ഏതാണ്? ഈജാബ് കബൂൽ എന്നതിന് പറയാം. ഇന്ന വസ്തു ഇത്ര വിലക്ക് ഞാൻ നിനക്ക് വിറ്റു എന്ന് ഉടമസ്ഥൻ പറയുകയും ഞാനത് സ്വീകരിച്ചു എന്ന് മറ്റോൻ പറയുകയും ചെയ്യാം. അതാണ് വിൽപ്പന. രണ്ടാമത് കൈമാറ്റം. അതിനാണ് ഖബ്ദ് ഇഖ്ബാദ് എന്ന് പറയുന്നത്. ഇവൻ സാധനം വിട്ടുകൊടുക്കുക, മറ്റോനത് സ്വീകരിക്കുക. കൈമാറ്റം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ കൈമാറ്റമുണ്ട്. ഒന്ന്, നഖല് ചെയ്യപ്പെടുന്ന വസ്തുവാണെങ്കിൽ, സ്ഥാപന വസ്തു അല്ലെങ്കിൽ മങ്കൂലായ വസ്തുവാണെങ്കിൽ അതിൽ കൈമാറ്റം നടക്കുന്നത് ആ സാധനങ്ങൾ കൊടുക്കണോണ്ടാണ്. ഒരു പുസ്തകം കച്ചവടാക്കിയാൽ ആ പുസ്തകം കൊടുത്താൽ എന്തായി? കച്ചവടം തീരുന്നത്, കബള് നടക്കും. അതേ സ്ഥാനത്ത് ഒരു ഭൂമിയാണ് കച്ചവടാക്കിയതെങ്കിൽ ആ ഭൂമി അങ്ങനെ എടുത്തുകൊടുക്കാൻ പറ്റിയ സാധനം ഇല്ലല്ലോ, സ്ഥാപന വസ്തുവല്ലേ. സ്ഥാപന വസ്തുക്കളെ കച്ചവടം നടത്തിയാൽ അവിടെ അതിന്റെ കബള് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒഴിഞ്ഞു കൊടുക്കല. അത് ഒഴിഞ്ഞു കൊടുക്കുക. അതിലെന്താ വേണ്ട വെച്ചാൽ ചെയ്യാനുള്ള അതുകൊണ്ട് ഒഴിഞ്ഞു കൊടുക്കുക. അതാണ് അവിടുത്തെ കബള് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ വില കൊടുത്ത് അദ്ദേഹം ആ സ്ഥലം നിങ്ങൾക്ക് ഒഴിഞ്ഞു തന്നു, നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. നിങ്ങൾ വില കൊടുത്തിട്ടില്ല, പൂർണ്ണമായി വില നിങ്ങൾ കൊടുത്തിട്ടില്ല, എന്നാലും അതിന്റെ ഉടമ നിങ്ങൾക്ക് പൂർണ്ണമായി ഒഴിഞ്ഞു തന്നു. നിങ്ങളവിടെ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണോ? മൂപ്പർക്ക് പരാതിയില്ല. നിങ്ങളത് മറച്ചു വെക്കുകയാണോ? മൂപ്പർക്ക് പരാതിയില്ല. മൂപ്പര ആ സ്ഥലം നിങ്ങൾക്കൊണ്ട് ഒഴിഞ്ഞു നിൽക്കണം. അത് നിങ്ങൾക്ക് ഉദ്ദേശിച്ചത് ചെയ്യാം എന്ന രീതിയിലാണ് വിട്ടു തരുന്നതിനാണ് ഖബ്ദ് ഇഖ്ബാദ്. വിട്ടു തരുന്നതിന് ഇഖ്ബാദ് എന്ന് പറയും. അത് നിങ്ങൾ ആ രീതിയിൽ സ്വീകരിക്കുന്നതിന് ഖബ്ദ് എന്നും പറയും. അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞാലാണ് നമുക്കത് വിൽക്കാൻ പറ്റുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പൊരുള്, വില കൊടുക്കലോ രജിസ്റ്റർ ചെയ്യലോ ഒന്നും ശറഈന്റെ കാഴ്ചപ്പാടിൽ എന്തല്ല, ഈ നമ്മുടേതായി മാറുന്നതിന്റെ മാനദണ്ഡമല്ല. രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിയമപരമായ വശങ്ങളാണ്. അത് രജിസ്റ്റർ ചെയ്തെങ്കിലേ സർക്കാരിന്റെ അടുത്ത് നമ്മൾതാന്നുള്ളതിന് രേഖ ഉണ്ടാവുള്ളൂ. അതിനാണല്ലോ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ശറഈന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ രജിസ്ട്രേഷൻ നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഈ സാധനം നമ്മുടേതായാൽ നമുക്കത് വിൽക്കാം. അത് നമ്മുടെ ആകലെപ്പോഴാ? നമ്മള് വില കൊടുക്കാതെ കിട്ടെ. ചിലപ്പോൾ നമ്മൾ വില കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സാധനം നമുക്ക് വിട്ടുതരാറുണ്ട്, അല്ലെ? ഇപ്പൊ കടയിൽ പോയിട്ട് നമുക്ക് ഒരു സാധനം വാങ്ങിയാല് ആ സാധനം നമുക്ക് തരും, നമ്മളവിടെ കൊണ്ടുവരും ചെയ്യും. പക്ഷെ വില ചിലപ്പോൾ പിന്നേക്കും കൊടുക്കുക. അപ്പൊ ഖബ്ദ് അവിടെ നടന്നു, ഇഖ്ബാദ് നടന്നു. അതോടുകൂടി നമുക്കത് മറച്ചു വെക്കുകയെ, നമുക്കത് ഉപയോഗിക്കുകയെ, നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കുകയെ എന്തും ചെയ്യാം. അപ്പൊ അതാണ് അതിന്റെ മാനദണ്ഡം. വില കൊടുത്താൽ എന്തായാലും ഖബ്ദ് ഉണ്ടാകണമല്ലോ. വില കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പൊ ആ സാധനം നിങ്ങൾക്ക് വിട്ടുതരലാണ് അതിന്റെ മാനദണ്ഡം. അതുണ്ടായാൽ നിങ്ങൾക്ക് അതിൽ ഇടപാട് നടത്താവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇനിയുണ്ടോ? വടക്കേക്കാട് ഒന്ന് കൂടിയുള്ളൂ, ഒരു ക്വസ്റ്റ്യൻ കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് റേഡിയോ ശ്രോതാക്കൾക്ക് ഇവിടെ വാട്സപ്പ് ചോദ്യങ്ങൾക്കുള്ള മറുപടി അവസാനിക്കുകയും നമ്മുടെ ക്ലാസ് റൂമിലെ ശ്രോതാക്കൾക്ക് മൈക്കിലേക്ക് വരികയും ചെയ്യാം. ക്ലാസ് റൂമിൽ നേരത്തെ തന്നെ റൈസ് ഹാൻഡ് ചെയ്തിരുന്ന ഒരു ID ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഇപ്പൊ കാണുന്നില്ല. ഉണ്ടെങ്കിൽ അവർക്കാണ് മുൻഗണന കേട്ടോ. ആദ്യവർക്ക് മൈക്കിലേക്ക് വരാം, ബാക്കിയുള്ളവർക്ക് പിന്നെയും വരാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് ചോദ്യം കൂടി കേൾക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. നമ്മള് ഷോക്സ് ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ തണുപ്പല്ലേ, അപ്പൊ അത് ഊരി കഴുകുന്ന കൊടുക്കുമ്പോ അത് ഊരിയിട്ട് കഴുകണം എന്നുണ്ടോ? അതോ നമ്മള് മുന്നേ ഒന്നു കൊടുത്തിട്ട് ഷോക്സ് ഇട്ടിട്ട് പിന്നെ അടുത്ത നിസ്കാരത്തിന് പോകുമ്പോ നമ്മൾ വെറുതെ തടവിയാൽ മതിയോ? എങ്ങനെയാ അതിന്റെ വിധി? അത് തടവിയ കൊണ്ട് നിസ്കരിച്ച നിസ്കാരം റെഡിയാവോ? ഒന്നും ശരിയാവോ? ഒന്നും ശരിയായാലല്ലേ നിസ്കാരം ശരിയാവുള്ളൂ.
അപ്പൊ അതങ്ങനെ നിസ്കരിക്കണോണ്ട് വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? ഞാൻ അറിഞ്ഞിരിക്കുന്നത് ദീർഘയാത്ര നടത്തുന്ന ഒരാൾക്ക് അങ്ങനെ സാഹചര്യം വരുമ്പോഴാണ് അങ്ങനെ കഴുകാൻ അങ്ങനെ തുടയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ 3 പ്രാവശ്യം തടവാൻ പാടുള്ളൂ എന്നൊക്കെ കേട്ടിരിക്കണ്. പക്ഷെ ഇവിടെ പലരും കാണിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഇനി വേറെ എന്തെങ്കിലും മസാല ഉണ്ടോ അതിന്, അങ്ങനെ ചെയ്തോണ്ട് തെറ്റുണ്ടോ എന്നുള്ളത് ആർക്കും അറിയണെച്ചെങ്കി അവരുടൻ മറുപടി പറയണം. കാരണം ഇത് എനിക്ക് മാത്രമല്ല, ഞങ്ങളിതൊരു വാദപ്രതിവാദം നടത്തി അതിലൂടെ ചർച്ച ചെയ്തിട്ട് അതൊരു വിഷയമായി കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അറിവുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തമായ ഒരു മറുപടി, അതിന്റെ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി തരണമെന്ന് വിനീതമായിട്ട് നിങ്ങളുടെ സഹോദരൻ അഭ്യർത്ഥിക്കുന്നു. താഴെ ചോദ്യമുണ്ട്. ചോദ്യത്തിന്റെ കൂട്ടത്തിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്, നോക്കണ്ട. കാരണം എന്താ അറിയോ, ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചോദ്യം ചോദിച്ചാല് അവിടെ തന്നെ മറുപടി കിട്ടുന്ന ഒരു രീതി പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ അഡ്മിന്മാര് ഈ ഇതിന്റെ പരസ്യം നടത്തുന്ന സമയത്ത്, വാട്സപ്പ് പ്രോഗ്രാമിന്റെ പ്രചാരണം നടത്തുന്ന സമയത്ത് അത് ആൻസർ ലഭിക്കുക ക്ലാസ് റൂമിലൂടെയാണ് എന്ന് പ്രത്യേകം അതിൽ ഉൾക്കൊള്ളിക്കണം. അത് റേഡിയോ ശ്രോതാക്കളോട് നമ്മൾ പലവട്ടം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വാട്സപ്പിലൂടെ സാധാരണ ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്നത് പോലെ മറുപടി കിട്ടൂല. പിന്നെ ചോദിക്കുന്ന ചോദ്യം കേൾപ്പിച്ചുകൊണ്ട് അതിന്റെ മറുപടി ക്ലാസ് റൂമിൽ ആഴ്ചയിൽ ഒരിക്കൽ പറയുന്ന രീതിയാണ് ഉള്ളത്. മനസ്സിലായോ? അപ്പോ ആ നിരക്ക് പറയട്ടെ. ഇപ്പോ ഷോക്സും പല ആൾക്കാരും തടവിയിട്ട് നിസ്കരിക്കുന്നുണ്ട്. തണുപ്പല്ലേ എന്നാണ് പറഞ്ഞത്. തണുപ്പ് കാൽമ മാത്രമാണോ? കയ്യുമ്മ തണുപ്പില്ലേ? ഞാൻ കയ്യൊറട്ടിട്ട് തടവാൻ പറ്റുമോ? പറ്റൂല. അതെന്താ കാരണം? ശറയിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ കാലിന്മ ഷോക്സ് ഇട്ടിട്ട് ആ ഷോക്സിന്റെ മേലെ കാല് കഴുകുന്നതിന് പകരം തടവിയാലും വുളൂ ശരിയാവൂല. അപ്പൊ നിങ്ങൾ പറഞ്ഞു യാത്രയിൽ പോണ ആൾക്കാർക്ക് തടവാൻ പറ്റുന്നൊക്കെ ഞാൻ കേട്ടിക്കണ്. യാത്രയിൽ മാത്രമല്ല, യാത്ര അല്ലാത്തപ്പോഴും പറ്റും. യാത്രയിൽ 3 ദിവസവും നാട്ടിൽ താമസിക്കുമ്പോൾ 1 ദിവസം. പക്ഷെ അത് ഷോക്സുമ്മലല്ല. അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അത് ഹുഫമ്മലാണ്. മനസ്സിലായോ? ഹുഫ് എന്ന് പറഞ്ഞാൽ വേറെ സാധനം, ഷോക്സ് പറഞ്ഞാൽ വേറെ സാധനം. രണ്ട് സാധനമാണ്. ഹുഫന്റെ നിബന്ധന പറഞ്ഞിട്ടുണ്ട്. അതിന് തടവണമെങ്കിൽ അതിന് കുറെ നിബന്ധന ഉണ്ട്. ആ നിബന്ധനകളുടെ കൂട്ടത്തിൽ പറഞ്ഞത് കാണാം, അതിന്റെ മേലെ വെള്ളം ഒഴിച്ചാൽ ഉള്ളിക്കിറങ്ങാൻ പാടില്ല. ഷോക്സിന്റെ മേലെ വെള്ളം ഒഴിച്ചാൽ ഉള്ളിക്കിറങ്ങൂലേ? ഷോക്സ് ഇട്ട കാൽമ കൂടി നമ്മൾ വെള്ളം കുറച്ചുകൊണ്ട് ഒഴിച്ചു നിൽക്കട്ടെ, ആ വെള്ളം കാൽമെത്തൂലേ? എന്നാൽ അത് ഹുഫല്ല, അത് തടവാനും പറ്റൂല. അതേ സ്ഥാനത്ത് ഹുഫ് എന്ന് പറഞ്ഞ സാധനം തോല് കൊണ്ട് നിർമ്മിക്കുന്നതാണ്. ലെതറാണ് സാധനം. അതിന്റെ മേലെ വെള്ളം ഒഴിച്ചാലും ഒരു തുള്ളി വെള്ളം ഉള്ളിക്കാണ്ട് പോകൂല. മനസ്സിലായോ? കാല് നനയൂല. അതാണ് പ്രത്യേക നിബന്ധന പ്രകാരം തടവുന്നതിന് യാത്രക്കാരന് 3 ദിവസവും അല്ലാത്തവന് 1 ദിവസവുമായി ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അല്ലാതെ ഇന്ന് കാണുന്ന ഷോക്സ് അല്ല. ആ ഷോക്സും തടവിയിട്ട് നിസ്കരിക്കുന്നത് 4 മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരവും ശരിയാകാത്ത രീതിയാണ്. മനസ്സിലായോ? അപ്പൊ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എന്താക്കണ്ട, അതുപോലെ ചെയ്യാൻ നിൽക്കണ്ട. നമ്മളെ അമലുകളൊക്കെ കൊള്ളാവും. അല്ലാഹു തആല നമുക്ക് ശരിയായ രീതിയിൽ നമ്മുടെ അമലുകളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഈ റേഡിയോ ശ്രോതാക്കളുടെ വാട്സപ്പിലൂടെ വന്ന ചോദ്യങ്ങൾ ഇന്ന് അവസാനിച്ചു.